എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് വൺ UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് UKയിലെ വിശേഷം എന്തെന്ന് വെച്ചാൽ ഷബാന മുഹമ്മദ് അവതരിപ്പിച്ച ILR നിയമത്തെക്കുറിച്ചാണ്. UKയിൽ പുതിയ അഭയാർത്ഥി നിയമമാറ്റങ്ങൾ വരുന്നതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഭയാർത്ഥി പദവി താൽക്കാലികമാക്കും. 30 മാസം കൂടുമ്പോഴൊരിക്കൽ അത് പരിശോധിക്കും. നാട്ടിൽ സുരക്ഷിതത്വം വരുമ്പോൾ തിരിച്ച് അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കുവാനും ഗവൺമെൻറ് തീരുമാനമെടുക്കും. സ്ഥിരതാമസത്തിന് വേണ്ടി കാലയളവ് 5 വർഷത്തിൽ നിന്ന് 20 വർഷമാക്കും. സർക്കാർ താമസ സഹായം ഉറപ്പായും ലഭിക്കും എന്നുള്ള ചിന്ത ഇനി വേണ്ട. വരുമാനമുള്ളവർ ചെലവിൽ പങ്കുവഹിക്കണം. തള്ളപ്പെട്ട അപേക്ഷകർക്ക് വേഗത്തിൽ നാടുകടത്താൽ ഉണ്ടാകും. കുടുംബങ്ങൾക്ക് സന്നദ്ധമായി മടങ്ങാൻ പ്രോത്സാഹനങ്ങൾ നൽകും. നിരസിച്ചാൽ ബലം പ്രയോഗിച്ചുകൊണ്ട് തിരിച്ചയക്കുവാനുള്ള നടപടികൾ എടുക്കും. സുരക്ഷിതവും നിയമപരവുമായ പുതിയ പ്രവേശന മാർഗങ്ങൾ എണ്ണം ഇതെല്ലാം നിയന്ത്രിക്കുവാനും തീരുമാനമായിട്ടുണ്ട്. അൻഗോള, കോൺഗോ, നമീബിയ ഇവരുടെ സർക്കാരുകൾ സഹകരിച്ചില്ലെങ്കിൽ വിസകൾ നിർത്തിവെക്കുമെന്നും പറയുന്നു. ആർക്കെല്ലാം എതിർപ്പ്? ആരാണ് പിന്തുണയ്ക്കുന്നത്? എതിർപ്പ് ലേബർ പാർട്ടിയിൽ നിന്ന് തന്നെ 20ഓളം ലേബർ MPമാർ വിമർശിച്ചു വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇത് ലജ്ജാകരം, അന്യായം എന്നാണ്. അഭയാർത്ഥികളെ അനിശ്ചിതത്വത്തിലാക്കുന്ന നടപടി എന്നാണ് അവർ പറയുന്നത്. പിന്തുണച്ചുകൊണ്ട് വന്നിട്ടുള്ള ലേബർ MPമാർ പറയുന്നത് സിസ്റ്റം തകരാതിരിക്കാൻ മാറ്റങ്ങൾ വേണ്ടതാണ്. കോൺസർവേറ്റീവ് നേതാവ് കെയിൻ ബാഡ്നോക്ക് പറയുന്നത് നല്ല തുടക്കം, പക്ഷേ ECHR വിട്ടില്ലെങ്കിൽ ഇത് ഫലപ്രദമാകില്ലെന്ന് മുന്നറിയിപ്പും നൽകുന്നു. മറ്റുള്ളവർ പറയുന്നത് ലിബറൽ ഡെമോക്രാറ്റുകൾ ഭാഷ വളരെ കഠിനമാണ്. നൈജൽ ഫാരജ് എന്ന് പറയുന്നവർ ഭാഷ പ്രശംസിച്ചു, പക്ഷേ പദ്ധതി നിലനിൽക്കുമോ എന്ന് സംശയം. റിഫ്യൂജി കൗൺസിൽ പറയുന്നത് നിയമങ്ങൾ കർശനമാക്കിയാലും ജീവൻ രക്ഷിക്കാൻ ആളുകൾ വരുന്നത് നിർത്തുകയില്ല എന്നതാണ്. പശ്ചാത്തലത്തിൽ പറയുമ്പോൾ ഈ വർഷം ഇതുവരെ 1,11,800 പേർ അഭയം അഭ്യർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ ലക്ഷ്യം ഇത് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. കുറച്ചുപേർ മാത്രം രാജ്യത്ത് വരിക, ആവശ്യക്കാർക്കല്ലാത്തവർ വേഗത്തിൽ മടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇതുപോലെയുള്ള ഒത്തിരി മാറ്റങ്ങളാണ് ഷബാന മുഹമ്മദ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.